ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാത്ത കുറച്ച് കറികളുമായിട്ട് നല്ലൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ? തേങ്ങയ്ക്കൊക്കെ എന്താ വിലയല്ലേ? അപ്പോൾ എന്താ 1 മണിക്കൂറിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയെടുക്കാം ഈസി റെസിപ്പികളുമായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പിക്കായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ കറികളൊക്കെ എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് അല്ലേ? ചട്ടിയിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു 10-15 കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയും ഒരു 10 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തൈരൊക്കെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ചീനി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ കുറച്ച് കടു താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും. ഇനി ഇതാ നമ്മുടെ തൈരിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ അടിപൊളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, എത്ര ഈസി ആയിട്ട് ആ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തത്. അതും നല്ല അടിപൊളി ടേസ്റ്റിൽ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിക്കായിട്ട് ഇതുപോലെ ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വറ്റൽമുളകും കടുകും മൂപ്പിക്കാം. ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. നമ്മുടെ സാധാ നാടൻ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, കുനുകുന അല്ല, നീളത്തിൽ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ക്യാബേജ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഞാൻ അവസാനം ഇതിൽ കുറച്ച് ചില്ലി ഫ്ലക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ക്യാബേജ് മെഴുക്ക് പുരട്ടിക്കും. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാനോ മൺചട്ടിയോ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പിയാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് കടു ഇട്ട് മൂപ്പിക്കാം. കടു ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വന്ന ശേഷം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടും. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. എന്നിവിടെ അധികം പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങൾ, ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഏകദേശം ഒരു 1/4 വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറി എത്ര ആവശ്യമാണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് കുറച്ചുകൂടി വേവണം. അപ്പോൾ അതിന് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് കറികളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പോൾ വേവിക്കുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണോ കറി ആവശ്യം അതനുസരിച്ച് നമുക്കിത് വേവിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ദാ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അവസാനം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കറിയും ചോറിനൊപ്പം കൂട്ടാൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കടലമാവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെണ്ടയ്ക്കാണ്, നാടൻ വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അധികം മുറ്റിയൊന്നും പോവാത്ത പിഞ്ച് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ലതുപോലെ ഈ വെണ്ടയ്ക്കയെ പുരട്ടി ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അധികം ഓയിൽ ആവശ്യമായിട്ട് വരില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാൻ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ പപ്പടം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം ഇല്ലാതെ എന്ത് ഊണല്ലേ. അപ്പം കുറച്ച് പപ്പടം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലഞ്ചിന്. ഈസി ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി ലഞ്ച് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്